ഇടുക്കിയുടെ ഹൃദയഭാഗത്ത് പച്ചപ്പിന്റെ മറവിൽ ഒരു ഭീമാകാരനായ രാക്ഷസനെപ്പോലെ കരിങ്കൽ ക്വാറി തലയുയർത്തി നിന്നു. ഓരോ ദിവസവും അതിരാവിലെ മുതൽ സന്ധ്യ വരെ പാറ പൊട്ടിക്കുന്നതിന്റെ ഭീകരമായ ശബ്ദം താഴ്വരയിൽ മുഴങ്ങി. പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ തങ്ങിനിന്നു, സൂര്യരശ്മികളെപ്പോലും മങ്ങിപ്പിച്ചു. ക്വാറിയിലെ തൊഴിലാളികളുടെ ജീവിതം കരിങ്കല്ലിന്റെ കാഠിന്യം പോലെ ദുഷ്കരമായിരുന്നു. അവരുടെ വിയർപ്പും കണ്ണീരും ആ പാറകളിൽ അലിഞ്ഞു ചേർന്നു. ഈ ക്വാറിയുടെ അതിരുകൾക്കപ്പുറം മനുഷ്യരുടെ കണ്ണിൽപ്പെടാതെ ഒരു നായക്കുട്ടി ജീവിച്ചിരുന്നു. അവന്റെ ദേഹമാകെ കറുത്ത നിറമായിരുന്നു, ക്വാറിയിലെ കരിങ്കല്ലിന്റെ നിറം പോലെ. അവന്റെ പേര് കാരി എന്ന് തൊഴിലാളികൾക്കിടയിൽ ആരോ വിളിച്ചു പോന്നു. ആ പേരിന് പിന്നിൽ ഒരു കഥയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ദുരന്തം. കാരിക്ക് ഓർമ്മവെച്ച കാലം മുതൽ ക്വാറിയുടെ ഭീകരമായ ശബ്ദവും പൊടിപടലങ്ങളും മാത്രമായിരുന്നു കൂട്ട്. അവന്റെ അമ്മയെയും സഹോദരങ്ങളെയും ഒരു പാറ പൊട്ടിക്കലിൽ നഷ്ടപ്പെട്ടതാണെന്ന് ആരോ പറഞ്ഞുകേട്ടിരുന്നു. ആ ഓർമ്മകൾ അവനെ വേട്ടയാടിയിരുന്നു. മനുഷ്യരോട് ഒരുതരം അകൽച്ചയും ഭയവും അവനിൽ നിറച്ചു. വിശപ്പും ദാഹവും അവനെ ക്വാറിയുടെ അടുത്തെത്തിച്ചെങ്കിലും മനുഷ്യർ അവനെ കല്ലെറിഞ്ഞും ചീത്ത പറഞ്ഞും ഓടിച്ചു. തെണ്ടിപ്പട്ടി, ശല്യം, പോടാ അവിടുന്ന്, ഈ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി. അവൻ ഒറ്റപ്പെട്ടു. അവന്റെ ലോകം ക്വാറിയുടെ നിഴലിൽ ഒതുങ്ങി. എന്നാൽ അവന്റെ ഉള്ളിൽ ഭൂമിയുടെ നേരിയ പ്രകമ്പനങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവ് ഒളിഞ്ഞുകിടന്നിരുന്നു. ഖനനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കുലുക്കങ്ങൾ അവനെ അസ്വസ്ഥനാക്കി. അവൻ ഭയന്നോടുമായിരുന്നു, പക്ഷേ മനുഷ്യർ അത് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ല. അവർക്ക് അതൊരു സാധാരണ ശബ്ദം മാത്രമായിരുന്നു. ക്വാറിയുടെ പരുക്കൻ ലോകത്തിൽ ഒരു കൊച്ചു നക്ഷത്രം പോലെ മീനു എന്ന 6 വയസ്സുകാരി തിളങ്ങി നിന്നു. അവളുടെ കണ്ണുകളിൽ നിഷ്കളങ്കതയും ചുണ്ടുകളിൽ മായാത്ത ചിരിയുമുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവൾ തന്റെ കൊച്ചുകൈകളിൽ ഉച്ചഭക്ഷണ പൊതികളുമായി ക്വാറിയിലേക്ക് പോകും. തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ചും അവളുടെ അച്ഛന് ഭക്ഷണമെത്തിക്കുക എന്നതായിരുന്നു അവളുടെ പ്രധാന ദൗത്യം. കാരിക്ക് മീനുവിനോട് ഒരു പ്രത്യേക വാത്സല്യം തോന്നിയിരുന്നു. അവൾ മാത്രമായിരുന്നു അവനെ ഉപദ്രവിക്കാതെ സ്നേഹത്തോടെ നോക്കിയിരുന്നത്. മീനു എന്നും തന്റെ ഭക്ഷണത്തിൽ നിന്ന് ഒരു ചെറിയ പങ്കുകാരിക്ക് മാറ്റിവെക്കുമായിരുന്നു. കാരി, ഇത് നിനക്കാ എന്നു പറഞ്ഞ് അവൾ അവന് നേരെ നീട്ടുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരുതരം നന്ദി നിറയും. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്ന് വാലാട്ടി ആ ഭക്ഷണം കഴിക്കും. അവൾ അവനോട് സംസാരിക്കും. അവന്റെ തലോടും അവന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ ഒരു പ്രകാശമായി അവൾ മാറി. മീനുവിന്റെ അച്ഛൻ രാമൻ മറ്റ് തൊഴിലാളികളെപ്പോലെ കാരിയെ ഒരു ശല്യക്കാരനായി കണ്ടു. മീനു, ആ പട്ടിയുടെ അടുത്തേക്ക് പോകരുത്, അത് നിന്നെ കടിക്കും എന്ന് അദ്ദേഹം എപ്പോഴും ശാസിക്കും. എന്നാൽ മീനു അതൊന്നും കാര്യമാക്കിയില്ല. അവൾ കാരിക്കു ഒരു പേര് നൽകി, കാരി. ആ പേര് കാരിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നെന്ന് അവന്റെ കണ്ണുകൾ പറയും. മീനുവിനോടൊപ്പം അവൻ സന്തോഷം കണ്ടെത്തി. ക്വാറിയുടെ ഭീകരമായ ശബ്ദങ്ങൾക്കിടയിലും മീനുവിന്റെ സാമീപ്യം അവന് ആശ്വാസമായിരുന്നു. ഇടുക്കിയിൽ മഴക്കാലം അതിന്റെ ഭീകരമായ മുഖം കാട്ടിത്തുടങ്ങി. ദിവസങ്ങളോളം നിർത്താതെ പെയ്ത മഴ ക്വാറിയുടെ പാറക്കെട്ടുകളെയും മണ്ണിനെയും ദുർബലപ്പെടുത്തി. ഓരോ തുള്ളി മഴയും മണ്ണിന്റെ പീട്ടി അയച്ചു. ഖനന പ്രവർത്തനങ്ങൾ മണ്ണിന്റെ ആഴങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തി. കാരിക്ക് ഈ മാറ്റങ്ങൾ വ്യക്തമായി മനസ്സിലായി. ഭൂമിയിലുണ്ടാകുന്ന നേരിയ പ്രകമ്പനങ്ങൾ, മണ്ണിന്റെ മണം മാറുന്നത്, മരങ്ങളുടെ വേരുകൾ ഇളകുന്നത്, ഈ സൂക്ഷ്മമായ മാറ്റങ്ങൾ അവനെ അസ്വസ്ഥനാക്കി. അവന്റെ ഉള്ളിൽ ഒരുതരം ഭയം നിറഞ്ഞു. അവൻ പതിവില്ലാതെ അലറിക്കുരയ്ക്കാൻ തുടങ്ങി. അവന്റെ കുരയിൽ ഒരുതരം മുന്നറിയിപ്പുണ്ടായിരുന്നു. ഗ്രാമത്തിലെ മറ്റു മൃഗങ്ങളും ഈ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞു. പക്ഷികൾ കൂട്ടമായി പറന്നുപോയി. മറ്റ് നായകൾ അസ്വസ്ഥരായി ഓടി നടന്നു. അവയുടെ വിചിത്രമായ പെരുമാറ്റങ്ങൾ മനുഷ്യർക്ക് ഒരു സൂചനയും നൽകിയില്ല. മനുഷ്യർ മഴയെയും ഖനനത്തെയും സാധാരണ കാര്യങ്ങളായി കണ്ടു. ഇതൊക്കെ എന്നുമുള്ളതല്ലേ എന്ന് പറഞ്ഞ് അവർ കാരിയുടെ അസ്വസ്ഥതകളെ അവഗണിച്ചു. കാരിയുടെ കുരച്ചിൽ അവർക്ക് ഒരു ശല്യം മാത്രമായിരുന്നു. അവന്റെ മുന്നറിയിപ്പുകൾ ആരും കേട്ടില്ല. അവന്റെ ഭയം ആരും മനസ്സിലാക്കിയില്ല. മഴയുടെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. ക്വാറിയിൽ ഖനനം നിർബാധം തുടർന്നു. ഓരോ സ്ഫോടനവും ഭൂമിയെ വിറപ്പിച്ചു. മണ്ണിടിച്ചിലിന്റെ സാധ്യത വർദ്ധിപ്പിച്ചു. അന്തരീക്ഷം കലുഷിതമായിരുന്നു. കാറ്റിന് ഒരുതരം ഭീകരമായ ഗന്ധം. ഉരുൾപൊട്ടൽ അടുക്കുന്നു എന്ന് കാരിക്ക് ഉറപ്പായി. അവന്റെ ഭയം നിയന്ത്രണാതീതമായി. അവൻ നിർത്താതെ ഭീകരമായി കുരയ്ക്കാൻ തുടങ്ങി. അവന്റെ കുരയിൽ ഒരുതരം നിലവിളിയുണ്ടായിരുന്നു.
ഒരു ദുരന്തമടുക്കുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പ്. അവന്റെ ശരീരം വിറച്ചു, കണ്ണുകൾ ചുവന്നു. ക്വാറിക്ക് സമീപം മീനുവും അവളുടെ കൂട്ടുകാരായ അപ്പുവും ചിന്നുവും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഴ കുറഞ്ഞപ്പോൾ അവർ പുറത്തിറങ്ങിയതാണ്. കാരിയുടെ ഭീകരമായ കുര കേട്ട് അവർ അമ്പരന്നു. ഈ കാരിക്ക് എന്തുപറ്റി? അപ്പു ചോദിച്ചു. അവൻ ഭയങ്കരമായി കുരയ്ക്കുന്നു, ചിന്നു പറഞ്ഞു. കാരി അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഭ്രാന്തനെപ്പോലെ അവരുടെ വസ്ത്രങ്ങളിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. കുട്ടികൾക്ക് കാര്യം മനസ്സിലായില്ല. അവർ അവനെ പേടിച്ച് ഓടിക്കാൻ ശ്രമിച്ചു. പോടാ കാരി, ഞങ്ങളെ ഉപദ്രവിക്കരുത്, അപ്പു നിലവിളിച്ചു. കാരി പിന്മാറിയില്ല. അവന്റെ കണ്ണുകളിൽ ഭയവും അസാധാരണമായൊരു തീവ്രതയും കണ്ടപ്പോൾ മീനുവിന് എന്തോ പന്തികേട് തോന്നി. അവൾക്ക് കാരിയെ വിശ്വാസമായിരുന്നു. അവനെന്തോ പറയാൻ ശ്രമിക്കുകയാണ്. നമുക്കവനെ പിന്തുടരാം, മീനു കൂട്ടുകാരോട് പറഞ്ഞു. അപ്പുവിനും ചിന്നുവിനും ആദ്യം മടിയായിരുന്നെങ്കിലും മീനുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ കാരിയെ പിന്തുടരാൻ തുടങ്ങി. കാരി അവരെയും കൊണ്ട് ക്വാറിയിൽ നിന്ന് ദൂരേക്ക് ഓട്ടി. വഴിയിൽ ചെറിയ പാറക്കഷണങ്ങൾ, ചെളി, കുഴികൾ എല്ലാം കാരിയുടെ വേഗതയ്ക്ക് തടസ്സമായില്ല. കുട്ടികൾ ഭയന്ന് വിറച്ചു. അവരുടെ കൊച്ചുകാലുകൾക്ക് കാരിയുടെ വേഗതയോടൊപ്പം എത്താൻ കഴിഞ്ഞില്ല. കാരി, പതിയെ, മീനു കിതച്ചുകൊണ്ട് പറഞ്ഞു. കാരി ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകളിൽ വേഗം എന്നൊരു ഭാവം. അവസാനം കാരി അവരെ ഒരു ചെറിയ കുന്നിൻ മുകളിലോ സുരക്ഷിതമായ ഒരു പാറക്കെട്ടിന്റെ അടുത്തോ എത്തിച്ചു. അവൻ അവിടെ നിന്നു. അവന്റെ ശരീരം കിതച്ചു. കണ്ണുകൾ ക്വാറിയിലേക്ക് തന്നെ ഉറ്റുനോക്കി. കുട്ടികൾ അവനോടൊപ്പം കിതച്ചുകൊണ്ട് നിന്നു, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ. കുട്ടികൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറിയതും ഭീകരമായ ശബ്ദത്തോടെ ക്വാറിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഭൂമി കുലുങ്ങി, ആകാശം ഇടിഞ്ഞു വീഴുന്നത് പോലെ തോന്നി. ഭീകരമായ ഒരു നിലവിളി അന്തരീക്ഷത്തിൽ മുഴങ്ങി. കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലം നിമിഷനേരം കൊണ്ട് മണ്ണിനടിയിലായി. കൂറ്റൻ പാറക്കഷണങ്ങൾ, മരങ്ങൾ, മണ്ണ് എല്ലാം ഒരുമിച്ച് താഴേക്ക് പതിച്ചു. പൊടിപടലങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു, സൂര്യനെ മറച്ചു. ഭീകരമായ ആ കാഴ്ച കണ്ട് കുട്ടികൾ ഭയന്ന് വിറച്ചു. അവരുടെ നിലവിളി ആ ശബ്ദത്തിൽ അലിഞ്ഞുപോയി. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു, കണ്ണുകൾ ഇറുക്കിയടച്ചു. കാരിക്കുട്ടികളുടെ അടുത്തേക്ക് വന്ന് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവന്റെ കുര ശാന്തമായി. പക്ഷേ അവന്റെ കണ്ണുകളിൽ ആ ഭീകരമായ കാഴ്ചയുടെ ഭയം ഇപ്പോഴും തങ്ങി നിന്നു. അവൻ പതിയെ മീനുവിന്റെ ദേഹത്ത് തലോടി. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവർക്ക് ചുറ്റും നിശബ്ദത തളം കെട്ടി നിന്നു. മണ്ണിന്റെ നിലവിളി മാത്രം അവശേഷിച്ചു. മണ്ണിടിച്ചിലിന്റെ ശബ്ദം കേട്ട് ഗ്രാമവാസികളും തൊഴിലാളികളും ക്വാറിയിലേക്ക് ഓടിയെത്തി. അവരുടെ മുഖങ്ങളിൽ ഭയവും ആശങ്കയും നിഴലിച്ചു. കുട്ടികളെ കാണാതെ അവർ പരിഭ്രാന്തരായി. എന്റെ മീനു എവിടെ? രാമൻ നിലവിളിച്ചു. ദൂരെ കുന്നിൻ മുകളിൽ കുട്ടികളെ കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. അവർ സുരക്ഷിതരാണെന്ന് കണ്ടപ്പോൾ ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പുയർന്നു. രാമൻ മീനുവിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കാരിക്കുട്ടികളുടെ അടുത്തുള്ളത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. മീനു നടന്ന കാര്യങ്ങൾ വിവരിച്ചു. കാരി എങ്ങനെയാണ് അവരെ രക്ഷിച്ചതെന്ന് അവൾ പറഞ്ഞു. കാരിയെ ഒരു ശല്യക്കാരനായി കണ്ടിരുന്നവർക്ക് അവനോടുള്ള മനോഭാവത്തിൽ സമൂലമായ മാറ്റം വന്നു. അവരുടെ കണ്ണുകളിൽ കുറ്റബോധവും നന്ദിയും ബഹുമാനവും നിറഞ്ഞു. ഞങ്ങൾ നിന്നെ തെറ്റിദ്ധരിച്ചു കാരി, ഒരു തൊഴിലാളി പറഞ്ഞു. കാരി അവരുടെ രക്ഷകനായി മാറി. അവന്റെ കുരച്ചിൽ ഒരു മുന്നറിയിപ്പായിരുന്നെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഗ്രാമവാസികൾ കാരിയെ ഒരു രക്ഷകനായി സ്വീകരിച്ചു. അവനൊരു വീടും ഭക്ഷണവും നൽകാൻ അവർ തയ്യാറായി. രാമൻ തന്നെ കാരിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മീനുവിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കാരിക്ക് ഒരു കുടുംബം ലഭിച്ചതിലുള്ള സന്തോഷം അവളുടെ കണ്ണുകളിൽ തിളങ്ങി. ക്വാറിയിലെ സുരക്ഷാ നടപടികളിൽ വലിയ മാറ്റങ്ങൾ വന്നു. മണ്ണിടിച്ചിലിന്റെ ഭീഷണി ഗ്രാമം തിരിച്ചറിഞ്ഞു. ഖനന പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചും നടത്താൻ തുടങ്ങി. കാരിക്ക് ക്വാറിയുടെ കാവൽക്കാരൻ എന്ന പുതിയ പങ്ക് ലഭിച്ചു. അവന്റെ കുരയെ ഒരു മുന്നറിയിപ്പായി ഗ്രാമവാസികൾ കാണാൻ തുടങ്ങി. അവൻ കുരയ്ക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചു. അവന്റെ മുന്നറിയിപ്പുകൾക്ക് വില കൽപ്പിച്ചു. കാരിയുടെ ജീവിതം മാറിമറിഞ്ഞു. പഴയ ഒറ്റപ്പെടലും ഭയവും അവന്റെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞുപോയി. ഇപ്പോൾ അവന് സ്നേഹവും സുരക്ഷിതത്വവും ലഭിച്ചു. മീനുവിന്റെ സ്നേഹം അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥം നൽകി. വർഷങ്ങൾ കടന്നുപോയി. കാരി ഗ്രാമത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. അവന്റെ കഥ
ഗ്രാമത്തിലെ ഓരോ കുട്ടിക്കും അറിയാമായിരുന്നു. മീനു വളർന്ന് ഒരു യുവതിയായി. കാരിയോടുള്ള അവളുടെ സ്നേഹം ഒരിക്കലും കുറഞ്ഞില്ല. അവൾ എവിടെ പോയാലും കാരി അവളുടെ നിഴൽ പോലെ കൂടെയുണ്ടായിരുന്നു. ക്വാറിയിലെ മാറ്റങ്ങൾ പ്രകടമായിരുന്നു. കൂടുതൽ സുരക്ഷിതമായ ഖനന രീതികൾ അവർ അവലംബിച്ചു. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പുതിയ അവബോധം ഗ്രാമവാസികളിലുണ്ടായി. മണ്ണിനെയും പരിസ്ഥിതിയെയും ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കി. കാരിയുടെ പഴയ ജീവിതത്തിലെ ഒറ്റപ്പെടലിന്റെയും ഭയത്തിന്റെയും ഓർമ്മകൾ അവനെ ഇടയ്ക്ക് വേട്ടയാടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിച്ച സ്നേഹവും സുരക്ഷിതത്വവും ആ ഓർമ്മകളെ മായ്ച്ചു കളഞ്ഞു. അവൻ സന്തോഷത്തോടെ ജീവിച്ചു. അവന്റെ ഓരോ കുരയും ഗ്രാമത്തിന് ഒരു അനുഗ്രഹമായിരുന്നു. കാരിക്ക് വാർദ്ധക്യം വന്നു ചേർന്നു. അവന്റെ ശരീരം ക്ഷീണിച്ചു. പക്ഷേ അവന്റെ കണ്ണുകളിലെ തിളക്കം മാഞ്ഞിരുന്നില്ല. അവൻ മീനുവിന്റെ മക്കളെയും അവരുടെ കളികളും കണ്ട് സന്തോഷിച്ചു. അവന്റെ ജീവിതം ഒരുപാട് പേർക്ക് പ്രചോദനമായി. കാരിയുടെ കഥ ഗ്രാമത്തിൽ ഒരു ഐതിഹ്യമായി മാറി. അവന്റെ ധീരമായ പ്രവൃത്തികൾ പുതിയ തലമുറയ്ക്ക് ഒരു പാഠമായി മാറി. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം, പ്രകൃതിയെ ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം, അവഗണിക്കപ്പെട്ടവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന സന്ദേശം, ഇതെല്ലാം കാരിയുടെ കഥയിലൂടെ ഗ്രാമം പഠിച്ചു. ഒരു ദിവസം കാരി ശാന്തമായി ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവന്റെ ആത്മാവ് പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേർന്നു. അവന്റെ ഓർമ്മകൾ ഗ്രാമത്തിൽ എന്നെന്നും നിലനിന്നു. ക്വാറിയുടെ നിഴലിൽ നിന്ന് ഗ്രാമത്തിന്റെ കാവൽക്കാരനായി മാറിയ കാരിയുടെ കഥ തലമുറകളോളം അവിടെ ജീവിച്ചു. അവൻ ഒരു നായയായിരുന്നില്ല, മറിച്ച് സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രകൃതിയോടുള്ള കടപ്പാടിന്റെയും പ്രതീകമായിരുന്നു.